കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം ചെറുതായിട്ട് ആളിവിടെ ഉള്ള കണ്ണൂരുകാരനാണ്. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ്. പാലക്കാട് തന്നെ? അല്ലല്ല, അവരുടെ ഭാഗത്ത് വെച്ച്. എൻ്റെ ലൈഫ് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല, എന്ത് സത്യം? സത്യം ഉണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ അവര്. അങ്ങനെ എവിടെയാണ് അബോർട്ട് ചെയ്തത്, എവിടെ ഏത് ഡോക്ടറെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയണല്ലോ. വെറുതെ ഒരു അപവാദം പറഞ്ഞ് പരത്തിയതാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്ക് എന്നോട് എപ്പോഴും ഉണ്ട്. മൈലാഞ്ചിട്ടോണ്ട് കാണില്ല, കട്ട് ചെയ്തിട്ടുണ്ടായി. പൊതുവേ ഒരു പറച്ചിലുണ്ട്, ഷാജിദ്ക്ക് അഹങ്കാരം കൂടി. അറിയൊന്നും പറയില്ല, പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കി തീർത്തത്. ഇവള് സഹതാപത്തിന്റെ രൂപത്തിൽ ഇവള് പൈസ ഉണ്ടാക്കുകയാണ്. പൈസ വന്നപ്പോ ഇവളുടെ അഹങ്കാരം കൂടി എന്നാണ് ഇവര് പറയുന്നത്. ഇതാണ് റിയൽ ഷാജിദ. 3-4 ദിവസം മുന്നേ വരെ ഞാൻ എയറിലായിരുന്നു. ഷാജിദയുടെ ഇക്ക മരിക്കാൻ കാരണം അവരുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു തമ്മിലേന് ഇട്ടിട്ട് അവൻ വീഡിയോ ചെയ്തു. നമ്മളിപ്പോ ഇങ്ങനെ എയറിൽ നിൽക്കണോണ്ട് നമ്മുടെ കണ്ടന്റ് എടുത്തിട്ട് അവർക്ക് കുറച്ച് റീച്ച് കൂടുന്നുള്ള ഒരു രീതിയിലാണ്. പറയട്ടെ, സഫീന ബീവി പറഞ്ഞൊരു സ്ത്രീയാണ് ഈ യൂട്യൂബില് ഇത് കൊണ്ടുവന്നത്. നമ്മളുടെ മാനം വിറ്റിട്ടല്ല ഇവര് ഇത് ചെയ്യണത്. നമ്മുടെ മാനാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഈ പറയുന്ന നാത്തൂനെ വിളിച്ചിരുന്നോ? എനിക്ക് 10-15 വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വികാര വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നില്ലല്ലോ. ഈ ടൈമിൽ ഞാൻ തിരഞ്ഞെടുക്കാണ്ട് ഒരു 40-50 വയസ്സിൽ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയത്? ഫോണിലൂടെ തന്നെയാണ്, ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായി. പൈസ അയച്ചു തന്നു, കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടരുന്നത്. ഇക്കുള്ള ടൈമിലെ അവൻ റീൽസ് ഒക്കെ കാണും, അങ്ങനെയൊക്കെ അറിയും. പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും ഇല്ല. പ്രണയത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചേക്കാം അങ്ങനെ ഒരു ഇല്ല. അവന് ഏജ് കമ്മിയാണ്, 10-26 വയസ്സായിട്ടുള്ളൂ. ഇല്ല, അവന്റെ വീട്ടുകാരനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പൊ അറിഞ്ഞോ? ഇപ്പൊ എല്ലാരും അറിഞ്ഞു. അന്നേരം പള്ളിയിലോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു ഈ രണ്ടാമത് നിക്കാഹ് കഴിച്ച സമയത്ത്? എൻ്റെ പള്ളിയിലും ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ്റെ പള്ളിയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലിവിങ് ടുഗദറൊക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ ജീവിക്കുക അവനക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ പിരിഞ്ഞു. നമസ്കാരം, ഷാജിദ ഷാജിയുടെ പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. കുറേശ്ശെ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തതാണ്. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളുമായിട്ട് ഷാജിദ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതെന്താന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. ഇതെന്താ ഭയങ്കര ഗൗരവമായിട്ട് വെക്കണേ? എങ്ങനെയുണ്ട് പുതിയ ലൈഫും കാര്യങ്ങളൊക്കെ? ലൈഫ് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാണ്ട് പോകും. കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം ചെറുതായിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ള കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു, ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഈ മാസം ഫസ്റ്റില്, ഡിസംബർ 1. എവിടെ വെച്ചായിരുന്നു അത്? ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ലല്ല, അവരുടെ ഭാഗത്ത് വെച്ച്, കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോവോ? അത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഇപ്പൊ താമസം? എവിടെയാ? ഞാൻ വീട്ടിൽ തന്നെ. ഉമ്മയുടെ ഒക്കെ കൂടെ? ഉമ്മയും മക്കളും എല്ലാവരും സപ്പോർട്ടായിരുന്നോ കല്യാണം കഴിക്കാൻ നേരത്തെ? അവര് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണല്ലോ, നമ്മളുടെ ലൈഫല്ലേ. ഇപ്പം പൊതുവേ എൻ്റെ ലൈഫ് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കണത്. ഇപ്പോൾ എൻ്റെ തീരുമാനം മറ്റുള്ളവരടുത്ത് പറയണമെന്ന് എനിക്കില്ല. എന്നാലും ഉമ്മയോട് ഒന്ന് സംസാരിച്ചിരുന്നോ? ഉമ്മ ഞാൻ ഇങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. മറ്റേ സഹോദരങ്ങൾക്കോ? അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ. ഞാൻ അവരുമായിട്ടൊന്നും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങളും അങ്ങനെ ഇല്ല. എന്റെ കാര്യങ്ങളൊന്നും അവരായിട്ട് ഷെയർ ചെയ്യാറില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്?
ഇല്ല, ഇത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കളില്ലായിരുന്നു? മക്കൾക്ക് അറിയാം, മക്കള് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏറ്റവും ഇളയ ആള് പോലും ഇല്ല, കുട്ടികളാരും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും ഷാജി മാത്രമായിട്ട് പോയി വിവാഹം കഴിഞ്ഞു തിരിച്ചു പോന്നു. ഓക്കെ. എന്നിട്ട് ആള് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു? കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ ആള് പോയി ദുബായിക്ക് തിരിച്ചു പോയി, ജോലിക്കായിട്ട് പോയി. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇക്കാടെ പെങ്ങളെ ഒരു ഇതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനറിയില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ അറിയണത്. എന്തോ കാരണം ഞാനൊരു 4 മാസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഒരു 4 മാസം എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ 4 മാസം എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാനസികമായിട്ട് ഒരു തകർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. പക്ഷെ ഇപ്പം അവരത് പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് 4 മാസം ഗർഭിണിയായിരുന്നു, പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷനാക്കി എന്നെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രഗ്നൻ്റ് ആയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല. എന്ത് സത്യം? സത്യം ഉണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ അവര്. അങ്ങനെ എവിടെയാണ് അബോർട്ട് ചെയ്തത്, എവിടെ ഏത് ഡോക്ടറെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാനൊരു ഡോക്ടറെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, അബോർഷനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. അതെവിടെയാണ് എന്താണെന്ന് അവർ തെളിയിച്ചു തരട്ടെ. ഡോക്ടറെ കാണാതെ തന്നെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാനുള്ള മാർഗങ്ങൾ അതെനിക്കറിയില്ല. 4 മാസം പ്രഗ്നന്റ് ആയ ആള് എങ്ങനെ ഡോക്ടറെ കാണാണ്ട് അല്ലാണ്ടൊക്കെ ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ 4 മാസം പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കുട്ടി വളർച്ച എത്തിയ ആ ഒരു ടൈമാണ്. അതിൽ നമ്മൾ ഒരിക്കലും അബോർഷൻ ചെയ്ത് തരില്ല. ഇവര് പറയുന്നത് 4 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം കഴിഞ്ഞിട്ട് അബോർട്ട് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല എന്താണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു അപവാദം പറഞ്ഞ് പരത്തിയതാണ്. അല്ല, ഇങ്ങനെ ഈ ഒരു നീചമായ രീതിയിലുള്ള ഒരു അപവാദം പറഞ്ഞ് ഉണ്ടാക്കാനായിട്ടുള്ള ദേഷ്യം എന്താണ്? അതെനിക്കറിയില്ല. ഞാൻ ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂലായാലും വേറെ കുറേ 2 ഇന്റർവ്യൂ കൊടുത്താലും ഞാൻ ഈ പറയുന്ന ഇക്കാന്റെ പെങ്ങന്മാരെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. അവിടെ ഞാൻ എൻ്റെ ഇക്കാന്റെ ഏട്ടന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ. അവരുടെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ പെങ്ങന്മാരെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ അങ്ങനത്തെ ഒരു സംഭവം ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അല്ല, ഈ പെങ്ങന്മാർക്ക് ഷാജിദോട് നേരത്തെ അല്ല, ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെങ്ങന്മാര് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, അവരാ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവര് പൊതുവെ ഈ രണ്ടാമത്തെ പെങ്ങള്, ഇക്കാന്റെ രണ്ടാമത്തെ പെങ്ങൾക്ക് പൊതുവെ എന്നോട് നിശ്ചയം കഴിഞ്ഞ മുതൽക്കൊരു ദേഷ്യമാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്ക് എന്നോട് എപ്പോഴും ഉണ്ട്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കുന്നതിൽ. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ എൻഗേജ്മെന്റിനൊന്നും അവൾ വന്നിട്ടില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല, എൻഗേജ്മെന്റിന് വന്നിട്ടില്ല. കല്യാണത്തിന്റെ ടൈമിലൊക്കെ അവള് ഇവരിനായിട്ട് തെറ്റി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. ആ ദേഷ്യം അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഈ ടൈം വരയ്ക്കും ഉണ്ട്, അവളുടെ മനസ്സിലുണ്ടത്. അവൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒരു കാര്യം ഷാജിദ നേരത്തെ ഒരു വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആരോടും അവരെ കുറിച്ച് ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ്ടെന്ന് തോന്നി. എനിക്കിപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടിപ്പോൾ ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ അവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് നല്ലപോലെ നല്ലപോലെ നിന്നിട്ടുള്ളൂ. എനിക്കപ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ പറയണമെന്ന്, അവരെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവരിപ്പോൾ പരത്തിയ വലിയൊരു എന്താ പറയുക, മഹാമോശമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരിക്കലും ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അവരിപ്പോൾ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ അത് ലീഗലി ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തെളിവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി. അവർ തെളിവ് സഹിതം കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവർ ഇപ്പം ഈ പറഞ്ഞ സ്ഥിതിക്ക് അവർ തെളിവും കൊണ്ടുവരണമല്ലോ. തെളിവ് അവർ കൊണ്ടുവരണമല്ലോ. തെളിവ് അവർ കൊണ്ടുവരട്ടെ. തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. തെളിവ് കൊണ്ടുവരട്ടെ. ഇപ്പം ഞാൻ എവിടെ കാണിച്ച് എങ്ങനെയാണ് എത്ര മാസം അബോട്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരത്തൊക്കെ അന്വേഷിച്ച് അറിയാമല്ലോ. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലായിരുന്നല്ലോ ഈ 4 മാസം. അപ്പോൾ ഈ 4 മാസം എന്തായിരുന്നു എനിക്ക് പ്രശ്നം, എങ്ങനെ ആയിരുന്നു എന്നൊക്കെ തെളിയിക്കാമല്ലോ. എനിക്കിപ്പോൾ എനിക്ക് ആ ടൈമിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച മരുന്നും കാര്യങ്ങളും ഞാൻ കഴിച്ചിരുന്ന മരുന്നും എല്ലാം എൻ്റെ അടുത്തുണ്ട് തെളിവ്. ഞാൻ കഴിച്ചിരുന്ന തെളിവ് എൻ്റെ അടുത്തുണ്ട്, ഡോക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്. അവർ പറഞ്ഞ അതിനുള്ള തെളിവ് അവർ കൊണ്ടുവരട്ടെ. ഷാജിയുടെ കയ്യിൽ എന്തോ മുറിവോ കാര്യങ്ങളോ? ഇത് ഞാൻ ഇക്ക മരിച്ചിട്ട് വീട്ടിൽ പോയതിന് ശേഷം കുറച്ചൊരു 4-5 മാസം കഴിഞ്ഞിട്ട്, മൈലാഞ്ചിട്ടോണ്ട് കാണില്ല,
കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പറഞ്ഞാൽ ഒരുപാട് പ്രഷർ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം കടം കാര്യങ്ങൾ ബാക്കിയുള്ളത് വീട്ടിൽ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. അന്നൊന്നും യൂട്യൂബ് അത്ര ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഈ മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ തോന്നി. അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ് എൻ്റെ കൈ. പക്ഷെ അവർ പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാടെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മാന്റെ കൈ ഉമ്മ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് ഉമ്മാന്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവരുടെ വോയിസിലൊക്കെ കേൾക്കണത്. അല്ല, ഈ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുമ്പോഴത്തേനും അത് അവര് പറയാനായിട്ട് സമയം പറ്റില്ലേ? ഈ കൈ മുറിച്ചത് അതുകൊണ്ടല്ല. ഈ കൈ മുറിച്ചത് എനിക്ക് മാനസികമായിട്ടുള്ള പ്രഷർ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ വർക്കിനൊക്കെ പോയ ടൈമിലൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയും. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്കില്ല, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന ആ ടൈമിൽ എനിക്ക് തോന്നിയ ആ ഒരു സംഭവമാണിത്. അത് പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് പിരിമുറുക്കം കൂടുമ്പോൾ അതിപ്പോൾ നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് സൈക്കോളജിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നതാണ്. അങ്ങനെ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ ചെയ്തതാണ്. അല്ലാണ്ട് പ്രഗ്നൻ്റ് ആയിട്ടും ഇത് മുറിച്ചതല്ല. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അബോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അവർ കൊണ്ടുവരണം. ഇത് ഞാൻ മുറിച്ചിട്ട് ഏകദേശം കുറേ ആയി. ഇതിപ്പോൾ ഞാൻ മുറിച്ചിട്ട് തന്നെ ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഈ അടുത്താണ് മുറിച്ചിരിക്കുന്നത്? അടുത്തല്ല, ഒരു 6-7 മാസമൊക്കെ ഉണ്ടാവും മുറിച്ചിട്ട്. അപ്പൊ ഈ ഓപ്പറേഷന് മുമ്പാണോ മുറിച്ചത്? ഓപ്പറേഷൻ്റെ കുറേ മുന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ മുന്നേ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി നാളായിട്ടില്ലല്ലോ? ഇല്ലല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം 2 മാസമായിട്ടുള്ളൂ. റീസെൻ്റ് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് മുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ ഒരു പറച്ചിലുണ്ട് ഷാജിദ്ക്ക് അഹങ്കാരം കൂടി. കാരണം വേറെ ഒന്നുമല്ല, ആൾക്കാർ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഷാജിദയുടെ ആദ്യമുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്, വളരെ പാവമായിട്ട് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം മാറിയിട്ട് ഷാജിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പച്ചയായിട്ട് തെറി പറയുന്ന രീതികൾ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ട്. അല്ലല്ല, ചെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതും ഒരു തെറിയുടെ ഒരു തുടക്കമാണ്. അതിനാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കി തീർത്തത്. എങ്ങനെ? ഈ അവരുടെ കമന്റ്സ് ആണ് എന്നെ ഇത്രയും വയലന്റ് ആക്കിയത്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നല്ല രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പൊ ആ ഒരു എന്താ പറയാ, എനിക്ക് സഹതാപത്തിന്റെ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാവരും കമന്റ് ഇട്ടുണ്ടായിരുന്നത് ഇവള് സഹതാപത്തിന്റെ രൂപത്തിൽ ഇവള് പൈസ ഉണ്ടാക്കുകയാണ്, യൂട്യൂബിൽ കടന്ന് കളിക്കുകയാണ്, ഇവളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഇവളെ സഹായിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ആ ഒരു ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സഹതാപത്തിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു, ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഒരാളാണ്. പൊതുവേ എൻ്റെ ഇക്കുള്ള ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ എന്താണ് ഇക്ക മരിച്ചതിന് ശേഷം ടെൻഷൻ കൂടിയിട്ടാണ് ഞാൻ പൊതുവേ ഇങ്ങനെ ആയത്. പൊതുവേ പറഞ്ഞാൽ നിങ്ങൾ വരുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, അങ്ങനെ ആയത്. അപ്പോൾ എന്താ പറയുക, ഇവരുടെ കമൻസുകൾ ഇങ്ങനെ തുടരെ ഇവള് കണ്ണീരും കയ്യുമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പൈസ പണം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ചേഞ്ചായി. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലും ബാക്കിയുള്ളതും നെയ്റ്റി മാറ്റി, ഞാൻ ബാക്കിയുള്ള ഡ്രസ്സിങ് മാറ്റി, അങ്ങനെയൊക്കെ മാറ്റി. അപ്പോൾ ഇവർ വീണ്ടും പറഞ്ഞു ഇവൾക്ക് അഹങ്കാരം കൂടി, ഇവൾക്ക് പണം വരാൻ തുടങ്ങി, ഇവൾക്ക് പൈസ വന്നപ്പോൾ ഇവളുടെ അഹങ്കാരം കൂടി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് അഹങ്കാരം കാര്യങ്ങൾ എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ പൊതുവെ സംസാര രീതി എനിക്ക് അങ്ങനെയാണ്. ഇല്ല, സംസാര രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ആ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിലും ആ ടൈമിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഒരു പിരിമുറുക്ക, പൊതുവേ ഞാൻ ഇതാണ് ഷാജിദ പറഞ്ഞത്, ഇതാണ് റിയൽ ഷാജിദ. ആക്ടിങ് അല്ല, അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിന്റെ സൈലന്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ വരുന്ന ടൈമിനൊക്കെ മുന്നേ ഞാൻ മിണ്ടലില്ല, മക്കളോടടക്കം ഞാൻ മിണ്ടലില്ല. റൂമിൽ ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കും, ഉമ്മാനോട് മിണ്ടില്ല, പുറത്ത് വരില്ല, റൂമിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഫോണെ ഞാൻ യൂസ് ചെയ്യലേ ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ എനിക്ക് പാട്ട്, ഫോൺ ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ഒരു 4-5 മാസം എനിക്ക് അങ്ങനെ ആയിരുന്നു. അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കാരണമാണ്. ടെൻഷൻ, ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. കാരണം ഇക്ക മരിച്ച ടൈമിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാനിതിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. മക്കളൊക്കെ വലുതാവുന്ന ടൈം നമുക്ക് കൂടെ ഒരു സപ്പോർട്ടിന് ആളില്ലല്ലോ, എന്താ ഇവർ ചെയ്തതെന്ന് പിന്നീടാണ് എനിക്ക് ഇങ്ങനെ അതൊരു ഇതായി തോന്നിയത്. അപ്പോൾ ആ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ സൈലൻ്റായി. മാനസികമായിട്ട് ഞാൻ
നല്ല ഡൗൺ ആയി. ഇതൊന്നല്ല, ഞാനൊന്നും ഒരാളുടെ അടുത്തും പ്രതികരിക്കില്ല, ഫോണെടുത്ത് സംസാരിക്കില്ല, ഫ്രണ്ട്സുകൾ വിളിച്ചാൽ മിണ്ടില്ല, വീട്ടിൽ ഉമ്മാനോട് മിണ്ടില്ല, അനിയത്തിമാരോട് മിണ്ടില്ല, മക്കളോട് മിണ്ടില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ റിയൽ ഷാജിദ ഇതാണ്. അത് പണ്ടുള്ളവർക്ക് അറിയാം, കല്യാണം കഴിഞ്ഞപ്പോഴും അല്ലാത്തവർക്കും മിക്കാൻ്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അപ്പോൾ കൊടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ. പക്ഷേ അതിൻ്റെ അകത്ത് ആരും വന്നിട്ട് ഇപ്പോൾ ഷാജിദയുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു, ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആരും വന്നിട്ട് ഒരു കമന്റ് പോലും ഇട്ടിട്ടില്ല. കമന്റ് ഇടില്ലല്ലോ. അല്ല, അവർ കമന്റ് ഉണ്ട്, ഒരു സപ്പോർട്ടിനായിട്ടെങ്കിലും ഒരാൾ അല്ല, അങ്ങനെ അവർ വീഡിയോസ് കാണാം, പക്ഷെ അവർ കമന്റ് ഇടാറില്ല. ആരെങ്കിലും ഒരാൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതെ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യണ്ടേ? ഷാജിദ ഇങ്ങനെയല്ല, ഷാജിദ വേറെ രീതിയിലാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടേ? എനിക്കറിയില്ല, അത് അങ്ങനെ. അപ്പൊ അത് അവരുടെ ഇഷ്ടമല്ലേ, അവര് വന്ന് കമന്റ് ചെയ്യണത്, ഇതൊന്നും അവരുടെ ഇഷ്ടമല്ലേ. കമന്റ് ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ന് ഈ ഒരു 3-4 ദിവസം മുന്നേ വരെ ഞാൻ എയറിലായിരുന്നു. ഈ 3-4 ദിവസം കഴിഞ്ഞത് ഞാൻ നല്ല താഴത്തെത്തി. ഇപ്പൊ നല്ല കമന്റ്സുകൾ ഇപ്പൊ എടുത്ത് നോക്കിയാൽ കാണാൻ നല്ല കമന്റ്സുകളാണ് വരുന്നത്. അതിന് മുന്നൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. സോഷ്യൽ മീഡിയ ആവുമ്പോൾ മോശം കമന്റും വരും, നല്ല കമന്റും വരും. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ ടൈമിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. എനിക്ക് നിറയെ പേര് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഷാജി, ഒന്നുകൊണ്ടും തളരരുത്, നെഗറ്റീവ് പറയണവരോട് പറഞ്ഞോട്ടെ, നിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട്. ഡെയിലി വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അതിലിപ്പോൾ ഷാജിദ ചെയ്യുന്ന കണ്ടന്റുകളുടെ ഉച്ചിഷ്ടം എടുത്തിട്ടാണ് ബാക്കിയുള്ളവർ കണ്ടന്റ് ചെയ്യുന്നതെന്ന് ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാല് അങ്ങനെ പറയാൻ കാരണം അത് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്കും അതിന്റെ എടുത്ത് ഇരട്ടിയാക്കി ഇടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ നല്ല രീതിയിൽ ഇടുന്ന പ്രൊജക്റ്റ് ചെയ്യണുണ്ട്, ചില ആൾക്കാർ ഭയങ്കര മോശമായിട്ട് പറയണ, അവൾ അങ്ങനെ ഇങ്ങനെ അവളുടെ ഇതെന്ന് പറഞ്ഞിട്ട് മോശം ഇതാക്കിയിട്ട്. അപ്പോൾ അവരിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചില ടൈമിലൊക്കെ ഞാൻ പറയണെങ്കിൽ, എൻ്റെ റിയാക്ഷൻ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടത് ഇറ്റ്സ് മീ ഗൈസ് ആണ് എടുത്തിട്ടത്. അവൻ നല്ല രീതിയിലാണ് ഫസ്റ്റ് അവൻ എന്നെ എല്ലാവരുടെ അടുത്തും മുന്നിൽ അവൻ പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, 5 കുട്ടികൾ പാവാണ്, അതൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ മഴവിൽ കേരളത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷൻ കട്ട് പോർഷൻസ് എടുത്തിട്ട് അവൻ ഭയങ്കര മോശമായിട്ടുള്ള, അവൻ അതിൻ്റെ ഉള്ളിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ തമ്മിലേൻ ഷാജിദയുടെ ഇക്ക മരിക്കാൻ കാരണം അവരുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു തമ്മിലേൻ ഇട്ടിട്ട് അവൻ വീഡിയോ ചെയ്തു. അതിൽ ഭയങ്കര പ്രശ്നമായി എനിക്ക്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അല്ല, അതിൻ്റെ താഴെ ഇക്കാൻ്റെ ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഒരുപാട് വലുതായി. അപ്പം ഞാൻ അവനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു. കാരണം നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയും. നല്ലത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്, അയാൾ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇയാൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ അതിനെ എതിർത്തിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അയാൾ മാത്രമല്ല, ഇപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷാജിദ വീഡിയോ ഇട്ടിട്ട് കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളവർ. എന്താണ് അറിയില്ല, റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. നമ്മളിപ്പോൾ ഇങ്ങനെ എയറിൽ നിൽക്കണതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് എടുത്തിട്ട് അവർക്ക് കുറച്ച് റീച്ച് കൂടുന്നുള്ള ഒരു രീതിയിലാണ്. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ്, കാരണം പറഞ്ഞാൽ ഒരു 5000 സബ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടുതൽ ചാനലിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ കാരണമാണ് ഷാജിദയ്ക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ ഉണ്ടായെന്ന് അവർ പറയുന്നുണ്ടല്ലോ. കാരണം ഷാജിദയുടെ പഴയ വീഡിയോകൾ എടുത്തിട്ട് അവര് റിയാക്ട് ചെയ്ത് ഷാജിദയ്ക്ക് കൂടുതൽ സപ്പോർട്ടാണ് അവർ ചെയ്തത്. എനിക്ക് അന്ന് ഈ നാത്തൂൻ ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് 43-44 സബ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനത് പ്രതികരിച്ചതിന് ശേഷം എനിക്ക് സബ് കുറഞ്ഞു, ഇപ്പൊ വീണ്ടും സബ് കൂടി. അപ്പൊ ഈ പറയുന്നവർ തന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, നമ്മളെ താഴ്ത്തണുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗമാണ്. അല്ല, ഇത് ആദ്യം ഷാജിദനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം ഷാജിദയ്ക്ക് സുഖമില്ല, മക്കൾ ഇങ്ങനെയാണ്, ജീവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിദയ്ക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഷാജിദയുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റം കൊണ്ടാണ്, കാരണം ഈ ഷാജിദ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ഉച്ചിഷ്ടം എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് ഷാജിദേനെ അവര് വീഡിയോ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആർക്കാണെങ്കിലും ദേഷ്യം വരും. സത്യമല്ലേ പറയുന്നത്? എന്തുകൊണ്ട്? ഞാൻ പറയട്ടെ, നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പൊ ഈ ഓൺലൈൻ നിങ്ങളുടെ ഈ ചാനലിലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് വേറൊരു ആൾക്കാർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കാം, നമ്മളുടെ കാര്യം എടുത്തിട്ട് ഇപ്പൊ എന്റെ കഥയാണ് ഇപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ചാനലിൽ ഞാൻ എന്റെ കഥ പറയുന്നുണ്ട്, അതെല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇവരെടുത്ത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എങ്ങനെയായാലും ഇവർക്ക് അതിന്റെ റീച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ കേസൊക്കെ ഒരു വീഡിയോ എന്റെ ചെയ്യുമ്പോഴേക്കും 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത വീഡിയോക്കാണ് ആദ്യം അത്ര വ്യൂസ് വന്നത്.
ആദ്യം സപ്പോർട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് അതിന് ശേഷം ഇടുന്ന വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്. പൊതുവേ ഇടുന്ന ആൾക്കാർക്കൊക്കെ വ്യൂസ് ഉണ്ട്. കാരണം എന്താണ്, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് മാത്രമല്ല, അവർ പോസിറ്റീവും ചെയ്തിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറച്ച് എല്ലാവരും അറിയുന്നുണ്ട്, റീച്ച് കൂടുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് എൻ്റെ എന്താ പറയാ, എനിക്കായിട്ടുള്ള ഒരു ഇത് കുറയല്ലേ. കാരണം എൻ്റെ സ്റ്റാൻഡേർഡ് കുറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അപവാദങ്ങളൊക്കെ പല വീഡിയോയിൽ ഇടുമ്പോൾ പല ആൾക്കാരും കാണുമ്പോൾ മോശമായിട്ടാണ് അവർ ഇതാക്കുന്നത്. കാരണം ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിന് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പം ഞാൻ പറയട്ടെ, സഫീന ബീവി പറഞ്ഞൊരു സ്ത്രീയാണ് ഈ യൂട്യൂബിൽ ഇത് കൊണ്ടുവന്നത് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ എൻ്റെ നാത്തൂനായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്ത് നാത്തൂന് ഇവരുടെ അടുത്താണ് സംസാരിച്ചത്. അങ്ങനെ സഫീന ബീവിയാണ് ഇത്. ഈ സഫീന ബീവി അല്ല ഇതിട്ടെങ്കിലും സഫീന ബീവിൻ്റെ ഫ്രണ്ടാണ് ഇതിട്ടത്. കാരണം അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയാണ് ഇത് പ്രചരിപ്പിച്ചത്. അപ്പൊ അത് ആ വോയിസ് കട്ടെടുത്ത് എല്ലാവരും ഇട്ടു. അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഷാജി. ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് ഇപ്പൊ ഈ 4 മാസം ഞാൻ വയ്യാണ്ടിരുന്നത് ആരും അറിയില്ല. എൻ്റെ വീട്ടിലും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ അറിയുള്ളൂ ഞാൻ 4-5 മാസം ഒഴിഞ്ഞു നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളവർക്ക് എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയി അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. എന്താ സംഭവം, ഇതെന്താ ഇങ്ങനെ പറയണേ, ഇക്ക മരിച്ചതിന് ശേഷം നീ പ്രഗ്നൻ്റ് ആയി എന്നൊക്കെയാണല്ലോ. അപ്പോൾ അത് എന്നെ സ്വാഭാവികമായിട്ട് എന്നെ മാനസികമായിട്ട് തകർക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റീച്ച് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നമ്മളുടെ മാനം ഇട്ടിട്ടല്ലേ ഇവർ ഇത് ചെയ്യണത്. നമ്മുടെ മാനമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. അല്ല, ഇങ്ങനെ ഈ മാനം വിറ്റ് കളയാനായിട്ടൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ ഈ പറയുന്ന നാത്തൂനെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യില്ല. പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. എനിക്ക് അവളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്ക മരിച്ചതിന് ശേഷം അവൾ ഇക്കാനെയും മക്കളിനെ ഇത്ര സ്നേഹിക്കണവളാണ് പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തിയിട്ട് അവൾക്ക് എത്രയോ പ്രാവശ്യം അവളുടെ മക്കളിനെ വന്ന് കാണാമായിരുന്നു. ഇക്കാൻ്റെ മക്കളിനെ വന്ന് അവൾക്ക് കാണാമായിരുന്നു. അവൾ അത് ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇക്ക ഉള്ളപ്പോഴേ എന്നെ ഇക്കാനോട് അവൾ വലിയ ഇതൊന്നും ഇല്ലാത്ത അവളാണ്. നമ്മൾ വലിയ കോണ്ടാക്റ്റ് ഒന്നും അവരില്ല. അവൾ വേറെ ആങ്ങളമാരനായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇവളായിട്ടൊന്നും നമ്മൾ അധികം കോണ്ടാക്റ്റ് ഇല്ല. ഇടയ്ക്കൊക്കെ പോവാ വരിക, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുക, അങ്ങനെയുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പൊതുവെ. അല്ലാണ്ട് ഇവളായിട്ട് ഞാൻ വിളിക്കല് സംസാരിക്കല് ഡെയിലി വിളിക്കലൊന്നും ഇല്ല. ഇപ്പോൾ ഷാജിദ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഈ വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാജിദ രണ്ടാമതൊരു വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞത്. വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല, എനിക്കിപ്പോൾ ഒരു 10-32 വയസ്സായിട്ടുള്ളൂ. മനുഷ്യനാണ്. ഇപ്പോൾ മനുഷ്യന്മാരാവുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ്റെ ഇപ്പം എൻ്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പം നിങ്ങളൊരു കമൻ്റ് ഇടുന്ന ഒരാൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ വിചാരങ്ങൾ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഇപ്പോൾ എനിക്ക് 15 വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെൻ്റെ ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ 15 കൊല്ലം ഞാൻ എൻ്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇക്കാൻ്റെ കൂടെയാണ് കറങ്ങിയിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഇക്കാൻ്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോൾ ഇന്നൊരു പാർട്ട്ണറെ തേടാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനിയൊരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നില്ലല്ലോ, ആരായാലും ഇല്ല. പണ്ട് കാലത്ത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ട് ഷാജിദ ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, പക്ഷെ മക്കൾ ഞങ്ങളെ ഇപ്പോൾ ഇട്ടിട്ട് പോയി. സ്വാഭാവികമായിട്ട് ഇട്ടിട്ട് പോവല്ല, അവർക്ക് അവരുടെ ലൈഫായപ്പോൾ അവരുടെ ഭാഗമായി, ഞാൻ ഒറ്റയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചാലോ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. അത് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ എനിക്കൊരു 32 വയസ്സ്. ഈ ടൈമിൽ ഞാൻ തിരഞ്ഞെടുക്കാണ്ട് ഒരു 40-50 വയസ്സിൽ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? ഇപ്പോഴല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ തിരഞ്ഞെടുത്തു. എൻ്റെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം. അങ്ങനെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം വിചാരങ്ങൾ ഏത് പെണ്ണിനല്ലാത്തത്, ഏത് ആണിനല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് നേരത്തെ തെരഞ്ഞെടുത്ത്. നേരത്തെ അല്ല, ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. എന്നെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസും അവൻ കാണും. അപ്പോൾ അവനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ സങ്കടം അറിയാം, സന്തോഷം അറിയാം, എല്ലാ കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല, യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയത് കൊണ്ട് എനിക്ക് എതിർപ്പില്ല.
ഞാൻ ചെയ്യണോണ്ട് എനിക്ക് എതിർപ്പില്ല, ഇല്ല. അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കണ്ടുമുട്ടിയത്? ഫോണിലൂടെ തന്നെയാണ്, ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. എന്താ പറയാ, ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത്. അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ, എൻ്റെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം, അവൻ മരിച്ചത് അറിയില്ല, അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇക്ക മരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ, അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു, പൈസ അയച്ചു തന്നു, കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന്. അന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട്. പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു. നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി, അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണിത് തുടങ്ങിയത്. ഒരു എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു? ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ളൂ, ഒരു ഇക്ക മരിച്ചിട്ടൊരു 5-6 മാസം കഴിഞ്ഞിട്ടാണ്. 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൗഹൃദം തുടങ്ങിയത്. അതിന് മുന്നേ അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ അവൻ എൻ്റെ റീൽസ് ഒക്കെ കാണുമായിരുന്നു. ഇക്കുള്ള ടൈമിലെ അവൻ റീൽസ് ഒക്കെ കാണും, അങ്ങനെയൊക്കെ അറിയും. പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു. ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇക്ക മരിച്ചതിന് ശേഷം അവൻ എൻ്റെ റീലില് അടിയിൽ ഞാൻ ക്യാപ്ഷൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്ത് എന്താ പ്രശ്നം, എന്ത് പറ്റി, ഇക്ക എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന്. അപ്പോൾ അവനിങ്ങനെ മെസ്സേജ്, സാധാരണ രീതിയിലുള്ള മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രഷർ കുറച്ച് ചില ടൈമിൽ ഞാൻ അവനോട് സംസാരിക്കാണ്ടും മെസ്സേജ് അയക്കാണ്ടായപ്പോൾ അവൻ എന്താ പ്രശ്നം നിനക്ക്, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവനത് അയച്ചു തന്നു, ഞാനത് കടം വീട്ടി, അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗഹൃദത്തിൽ നിന്നാണ് പ്രണയത്തിലേക്ക് മാറിയത്. പ്രണയത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചേക്കാം അങ്ങനെ ഒരു ഇതിലേക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോവായിരുന്നു. കാരണം അവന് ഏജ് കമ്മിയാണ്, 10-26 വയസ്സായിട്ടുള്ളൂ. പിന്നെ എനിക്ക് 32 വയസ്സായില്ലേ. അപ്പോൾ ഒരു ഏജ് ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ കുടുംബത്തിലും അവനൊരു മോൻ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കണോണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രണയത്തിലൂടെ അങ്ങ് പോവായിരുന്നു. കാരണം പറഞ്ഞാൽ ഒരു നമ്മളെ സപ്പോർട്ടായിട്ട് ഒരാള്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു ഇത്. അതാണ് കല്യാണം കഴിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പം ആരും കല്യാണം ഒന്നും കഴിക്കണില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോൾ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി. ഇപ്പം ഞാൻ എന്ത് കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ഭർത്താവ് മരിച്ചിട്ട് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ഒരു സൗഹൃദം പതുക്കെ നീണ്ട് അപ്പോൾ അതൊക്കെ പ്രണയത്തിലേക്ക് മാറി. പ്രണയത്തിൽ നിന്ന് പതുക്കെ വിവാഹത്തിലേക്കും മാറിയിരിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ സമ്മതമായിരുന്നോ? അല്ല, അവൻ്റെ വീട്ടുകാരനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പം അറിഞ്ഞോ? ഇപ്പം എല്ലാവരും അറിഞ്ഞു. എന്താ പറഞ്ഞത്? ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും അറിഞ്ഞു. എന്താ പറയാന്ന് വെച്ചാൽ എന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവനായിട്ട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ പിന്നെ ദുബായിലാണല്ലോ. ദുബായ് സെറ്റിലാണ്. പിന്നെ അങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം കല്യാണം കഴിയാത്ത മോനാണ്, എനിക്ക് 5 മക്കളുണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ കല്യാണത്തിന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കല്യാണം നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. അപ്പോൾ ഈ കല്യാണം നടന്ന സമയത്ത് അവരുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കില്ലേ നിക്കാഹ്, രണ്ടാമതൊരു നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എനിക്ക് ഉപ്പയില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഉസ്താദിൻ്റെ വേറൊരു ഉസ്താദിനെ വെച്ച് നമുക്ക് നിക്കാഹ് കഴിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കഴിച്ചിട്ടുണ്ട് ഇതേപോലെ. അത് നമ്മുടെ മാലത്തിൽ വെച്ചിട്ട് ഒന്നല്ല, വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു ഉസ്താദിനെ കണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മൾ തമ്മിൽ നിക്കാഹ് കഴിക്കാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ നിക്കാഹ് കഴിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ പള്ളി മുഖാന്തരം അവരുടെ ഉമ്മ വാപ്പ ഇടപെട്ടിട്ടല്ല നിക്കാഹ് കഴിച്ചത്. ഫസ്റ്റത്തെ മാരേജ്, ഇപ്പം സെക്കൻഡ് മാരേജ് അങ്ങനെ കഴിക്കണവരുണ്ട്, പക്ഷെ ഇങ്ങനെയും കഴിക്കണവരുണ്ട്. സിമ്പിളായിട്ട് നടത്തുന്നത്. അപ്പോൾ അത് അന്നേരം പള്ളിയിലോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ലായിരുന്നോ ഈ രണ്ടാമത് നിക്കാഹ് കഴിച്ച സമയത്ത്? എൻ്റെ പള്ളിയിലും ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ്റെ പള്ളിയിലും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിക്കാഹ് തന്നെ കഴിക്കണില്ല, എല്ലാവരും കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ, പക്ഷേ നിക്കാഹിന്റെ സംഭവത്തിലേക്ക് ആൾക്കാർ എത്തണില്ല.
ഇപ്പോൾ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആരുടെയും സമ്മതമില്ലാണ്ട് ഇപ്പോൾ ലിവിങ് ടുഗദറൊക്കെ എങ്ങനെയാണ് ഇഷ്ടം പോലെ നടക്കും. ലിവിങ് ടുഗദറൊക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ ജീവിക്കുക അവനിക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ പിരിഞ്ഞു. അതിലിപ്പോൾ എന്താ കല്യാണം അവിടെ ഒന്നുമല്ല. പക്ഷേ ഷാജിദയെ പോലെ ഒരാൾ ലിവിങ് ടുഗദർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പറ്റില്ല, എനിക്ക് പറ്റില്ല. അല്ല പൊതുവേ ഞാൻ പറഞ്ഞത് അല്ല, ഷാജിദ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. കാരണം ഇപ്പം ആരും കല്യാണം കഴിക്കണില്ല, ഇപ്പം എല്ലാവരും നോർമൽ രീതിയിലാണ് പോണോണ്ട് പറഞ്ഞതാണ്. ഷാജിദയ്ക്ക് ഇപ്പോൾ ലിവിങ് ടുഗദറിൽ ജീവിക്കാൻ പറ്റുമോ? പലരും പല കണ്ണിൽ നിന്ന് നോക്കില്ലേ? എനിക്ക് പറ്റില്ല. ഞാൻ പൊതുവെ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു കല്യാണത്തിൻ്റെ ഇതല്ലാന്ന്. പിന്നെ എനിക്ക് നിക്കാഹിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുള്ളൂ, ഇപ്പം ഞാൻ പറയില്ല. അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ തുറന്ന് പറയുന്നില്ല. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കല്യാണമായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്ലാനിങ് അങ്ങനെയുള്ള കാര്യം അതൊക്കെ പൊതുവേ അവർ പറയുന്നതാണ്. എനിക്ക് പ്ലാനിങ് അവനിക്ക് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല.